എല്ലാവരെയും നമുക്ക് ഒന്നാക്കാനും പറ്റില്ല. എന്നാൽ ഒരുമിച്ചിരുന്നാൽ മതി, അതാണ് നമുക്ക് വേണ്ടിയത്. എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും ഒന്ന് ഒരുമിച്ചിരിക്കാനുള്ള സന്മനസ്സുണ്ടായാൽ തന്നെ പ്രശ്നങ്ങളുടെ 90% നമുക്ക് പരിഹരിക്കാൻ കഴിയും. ഇപ്പം നമുക്ക് വിഭാഗീയത ഉണ്ടല്ലോ, എല്ലായിടത്തും വിഭാഗീയത നമുക്കറിയാം, സമുദായത്തിൽ വിഭാഗീയത. എന്നാൽ ആ അകന്ന് ഇരിക്കുന്നതിൻ്റെ കാരണം എല്ലാവരെയും നമുക്ക് ഒന്നാക്കാനും പറ്റില്ല. എന്നാൽ ഒരുമിച്ചിരുന്നാൽ മതി, അതാണ് നമുക്ക് വേണ്ടിയത്. എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും ഒന്ന് ഒരുമിച്ചിരിക്കാനുള്ള സന്മനസ്സുണ്ടായാൽ തന്നെ പ്രശ്നങ്ങളുടെ 90% നമുക്ക് പരിഹരിക്കാൻ കഴിയും. ഇപ്പം നമുക്ക് വിഭാഗീയത ഉണ്ടല്ലോ, എല്ലായിടത്തും വിഭാഗീയത നമുക്കറിയാം, സമുദായത്തിൽ വിഭാഗീയത. എന്നാൽ ആ അകന്ന് ഇരിക്കുന്നതിൻ്റെ കാരണങ്ങളെക്കാളും എത്രയോ 1000 മടങ്ങ് കാരണങ്ങൾ ഒരുമിച്ചിരിക്കാനുണ്ട് എന്നതാണ് കാലം നമ്മളോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ സന്തോഷത്തിൽ പങ്കുചേരുന്നത് നിർവഹിക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. മുജാഹിദ് പ്രസ്ഥാനങ്ങളുടെ യോജിപ്പ് അള്ളാഹു നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമായി ഞാൻ കാണുകയാണ്. ചെറിയ കാര്യമല്ല. ഇങ്ങനെയൊരു യോജിപ്പ് ഉണ്ടാകണമെന്ന് ഏറ്റവും ആഗ്രഹിച്ച ആൾക്കാരുമാണ് ഞങ്ങളെല്ലാം. ഞങ്ങളെല്ലാം ഉത്സാഹിച്ച പോലെ ജോലി ഈ കാര്യത്തിൽ ചെയ്തിരുന്നു. ഇന്ന് മീറ്റിങ്ങിൽ വരേണ്ടിയിരുന്ന കുഞ്ഞാലിക്കുട്ടി സാഹിബ്, മജീദ് സാഹിബ്, ഞാനും എല്ലാം ഒരു ടീമായി യോജിപ്പിൻ്റെ ശ്രമങ്ങൾ നടത്തിയിരുന്നു. മുജാഹിദ് പ്രസ്ഥാനങ്ങളുടെ ഐക്യ സമ്മേളനത്തിലും പങ്കെടുക്കാൻ അവസരമുണ്ടായിരുന്ന ആളുകളാണ് ഞങ്ങളൊക്കെ. ഇന്നിപ്പോൾ അതിൻ്റെ ഐക്യത്തിന് ശേഷമുള്ള 1ാമത്തെ സമ്മേളനത്തിൽ പങ്കെടുക്കാനും അൽഹംദുലില്ലാഹ് അവസരമുണ്ടായിരിക്കുകയാണ്. ഈ സമ്മേളനത്തിൻ്റെ വാർത്തകളും ഈ സമ്മേളനത്തിൻ്റെ ദൃശ്യങ്ങളുമൊക്കെ ഞങ്ങളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അകന്ന മനസ്സുകൾ അടുത്തപ്പോഴുള്ള ശക്തിയുടെ പ്രതിഫലനമായി ഈ സമ്മേളനത്തെ ഞാൻ കാണുകയാണ്. ഇനിയും കൂടുതൽ അടുപ്പമുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. നമുക്ക് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഈറ്റില്ലമാണ് അതായി. എനിക്ക് പറയാനുള്ളത്, പണ്ഡിതന്മാരോടൊക്കെ അള്ളാന്റെ പാർശ്വത്തെ പിടിച്ച് ഒറ്റക്കെട്ടായി മുന്നോട്ട് നീങ്ങണമെന്ന് ഞങ്ങൾ ഉപദേശിക്കുന്ന നിങ്ങൾ അതിന് ഒരു വേദി ഉണ്ടാക്കി എല്ലാവരും ഒരുമിച്ച് മുജാഹിദ് പ്രസ്ഥാനം പോകണം എന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ ആവകമായി പറയാനുള്ളത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിൽക്കണം. പൊതുവായി വരുന്ന പ്രശ്നത്തിൽ യോജിക്കാനുള്ള ഒരു മനസ്സുണ്ട്. നമ്മളെല്ലാവരും ഒരുമിക്കണം. നമുക്ക് വേണം, മുജാഹിദ് പ്രസ്ഥാനമാണ് ഒരുപാട് അനാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും ഒക്കെ ഇത് നമ്മൾ ഉത്ബോധനം നടത്തിക്കാണ്ട് ഒക്കെ ആളുകളെ ഉത്ബുദ്ധരാക്കി കൊണ്ടുവന്ന ഒരു പ്രസ്ഥാനമാണ്. നമ്മൾ ഭിന്നിക്കുമ്പോഴാണ് മറ്റുള്ളവരൊക്കെ ഈ അപ്പുറത്ത് നമ്മളെ കുതിര കയറുന്നത്. നമുക്ക് ഐക്യം വേണം. ഞാനൊക്കെ അതിൻ്റെ നിർഭാഗ്യമായ പിളർപ്പിടായപ്പോൾ ഒരുപാട് വിഷമിച്ചാണ്. ഞാൻ നിങ്ങൾക്ക് അറിയാം, 2-3 സമ്മേളനത്തിൽ ഞാൻ പ്രസംഗിച്ച. ഇപ്പോൾ നമുക്കൊക്കെ വളരെ മനസ്സമാധാനത്തോട് എടുത്ത് കടന്നിറങ്ങാം. എല്ലാവർക്കും ഉഷാറായി നമ്മളെല്ലാവരും ഒരു ഐക്യത്തിലാണ്. നമ്മൾ വളർന്ന് ബന്ധിച്ചിട്ടുണ്ട്. നമ്മുടെ നിലനിൽപ്പാണ് ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ അസ്തിത്വം നിലനിർത്താൻ ഐക്യത്തിലൂടെ മാത്രമേ നമുക്കത് സാധ്യമാവുകയുള്ളൂ. നിങ്ങൾ കരുതേണ്ടത്, മുസ്ലിം ഉമ്മത്തിന്റെ ഐക്യത്തിന് നിങ്ങളെല്ലാവരും പിന്തുണക്കണം. നിങ്ങളുടെ എല്ലാവരെയും പിന്തുണ ഞങ്ങൾക്കുണ്ടാവണം. ഞങ്ങളിലൂടെ മുസ്ലിം ഐക്യം നിലനിർത്താൻ അള്ളാഹു നമുക്കത് സാധ്യമാക്കി തരുമാറാവട്ടെ. മുജാഹിദ് 2 വിഭാഗമായി ഇപ്പോൾ ഒന്നിപ്പിക്കാൻ കഠിന പരിശ്രമം നടത്തിയിട്ടുണ്ട്. ഇനിയും ആ പാത പിന്തുടർന്ന് ഞാനും ആ പാത പിന്തുടർന്ന് മുന്നോട്ട് പോകും എന്ന് നിങ്ങൾക്ക് ധൈര്യം തരുന്നുണ്ട്. ഭിന്നിപ്പുകളും കുഴപ്പങ്ങളും എത്രമാത്രം ദഴവത്തിനെ ബാധിക്കുമെന്ന് പരിശോധിക്കണമെങ്കിൽ കേരളത്തിലെ ഇന്നത്തെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അവസ്ഥ മാത്രം പരിശോധിച്ചാൽ മതി. നിങ്ങളോട് പറയുന്നത്, എന്നോട് നിങ്ങൾ ദേഷ്യമൊന്നും പിടിക്കണം. നിങ്ങൾക്ക് ആ പറയുന്നതിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന് പഴയ ആർജവത്തോടു കൂടിയുള്ള ദഴവ പ്രവർത്തനങ്ങളിൽ വലിയ മാറ്റം. അത് അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇന്റർനെറ്റ് മാത്രം തുറന്നാൽ മതി, ഫേസ്ബുക്ക് മാത്രം നോക്കിയാൽ മതി, നിങ്ങൾ യൂട്യൂബ് മാത്രം നോക്കിയാൽ മതി, അത് മാത്രം നോക്കിയാൽ മതി. ഞാൻ പറയുന്നത് വേറെ എന്ത് ഭിന്നിപ്പ് പോലല്ല. മുജാഹിദ് പ്രസ്ഥാനത്തിനകത്ത് നിക്ഷിപ്ത താല്പര്യങ്ങൾ വെച്ചിട്ട് ആരെങ്കിലും കളിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു അവർക്ക് ഈ ദുനിയാവിൽ വെച്ച് കൊടുക്കും. അത്രമേൽ അപകടമാണ്. ഒരു അവയർനെസ് ആണ്, അല്ലെങ്കിൽ ഒരു ചൂണ്ടുവലകയാണ്, അല്ലെങ്കിൽ ഒരു ഭയപ്പെടുത്തുന്ന ഒരു വിരലാണ് മുജാഹിദ് പ്രസ്ഥാനം കേരളക്കരയിൽ. നിങ്ങൾ വമ്പിച്ച മാറ്റം ഉണ്ടാക്കണം. മുജാഹിദ് പ്രസ്ഥാനം ഒരു ഭാഗത്തുണ്ടെന്ന് തോന്നിയാൽ തന്നെ പലയിടത്തും ഖുറാഫാത്തിൽ നിന്ന് ആളുകൾ പതുക്കെ ഖുറാഫാത്തിലും മിതത്വം വരുത്തുക. സംഗതി ഖുറാഫാത്തായിരിക്കും, അതിലൊരു മിതത്വം വരുത്തുക. അങ്ങനെ ഏർപ്പാടുണ്ടല്ലോ. അതെങ്കിലും ഉണ്ടാവും.
ഇത് നോക്കാൻ ഒരു വിഭാഗം, ഇത് പറയാൻ ഒരു വിഭാഗം, ഇത് റെക്കോർഡ് ചെയ്യാൻ ഒരു വിഭാഗം ഉണ്ട് എന്ന ഒരു ബോധം, ഒരു ജാഗ്രത കേരളത്തിലെ മുസ്ലിം സമൂഹത്തിനുണ്ടായിരുന്നു. ആ ജാഗ്രത ഇപ്പൊ കുറച്ച് കുറേ നിങ്ങളുടെ ശ്രദ്ധ വേറെ ചിലയിലേക്ക് പോകുന്നു തോന്നുമ്പോൾ അപ്പുറത്ത് പണി വേറെ തുടങ്ങും, ആ പണി വേറെ തുടങ്ങും. ഇത് അപകടമാണ്. ഇന്നത്തെ സമ്മേളനത്തിൽ തങ്ങളെ ക്ഷണിക്കാത്തതിന്റെ പേരിൽ ചില വിവാദങ്ങളുണ്ടായി. അത്തരത്തിൽ ഒരു ക്ഷണം ആഗ്രഹിച്ചിരുന്നു. എന്താണ് അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണം? ഞാൻ അതിനെക്കുറിച്ചൊന്നും ഞാൻ അഭിപ്രായം പറയുന്നില്ല. വഖഫ് പോലുള്ളൊരു വിഷയം, അതിൻ്റെ പേരിൽ ഒരു വിഭാഗീയത ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. അപ്പോൾ അതെനിക്ക് പറയാനുള്ളത്. അപ്പോൾ രാജ്യത്തിനെ ഒറ്റക്കെട്ടായിട്ട് എതിർക്കാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ പേരിലൊരു വിഭാഗീയത ഉണ്ടാക്കാൻ പാടില്ല.